ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇലയട ഉണ്ടാക്കുന്നതാണ്. അതിനു വേണ്ടി ഇല പൊട്ടിക്കാൻ തൊടിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എത്തുന്ന സ്ഥലത്തുള്ള ഇല പോയി പൊട്ടിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആബിദ നൗഷാദ് വ്ളോഗ് എന്നാക്കിയിട്ടുണ്ട്. നെച്ചൂസ് വ്ളോഗ് എന്നായിരുന്നു ആദ്യം നമ്മുടെ ചാനലിൻ്റെ പേര്. അത് ഇന്നലെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ചാനൽ അടിച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പേര് മാറ്റിയിട്ടതാണ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന്. അപ്പോൾ ഇലയൊക്കെ ചെറുതായി കഷ്ണങ്ങളാക്കി കൊടുന്ന് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടയുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. തേങ്ങയും ശർക്കരയും ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി, വെള്ളം, പിന്നെ ഉപ്പ്, ഏലക്കപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളിന്ന് അട ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുമ്പോൾ ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല, പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അത് അല്പം വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ കൈയൊക്കെ വൃത്തിയായി കഴുകിയിട്ട് വേണം ഇത്തരം പണികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. നല്ല കട്ടി രൂപത്തിലും വേണ്ട, നല്ല ലൂസി പരുവത്തിലും ആവാതെ ഒരു പാകത്തിനുള്ളൊരു രീതിയിൽ നമ്മുടെ മാവ് കുഴച്ചെടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുക്കാം. കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതില്ല. അല്പമായി കുറേശ്ശെ ആയിട്ടാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. വെള്ളം പോലെ ആവാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ലൂസി പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ. എന്നാൽ വെള്ളം കൂടുതലാവും ചെയ്യരുത്. അങ്ങനെ ഒരു രീതിയിലാണ് നമുക്കത് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അല്പം എടുത്ത് നമ്മുടെ കഴുകി വെച്ച വാഴയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ വാഴയിലയിൽ പരത്തി കൊടുക്കാം. തിന്നായിട്ട് വേണം നമ്മളിത് പരത്തി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മളത് തിന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ശർക്കരയും തേങ്ങയും ഇട്ട് കൊടുക്കാം. ഈ ഇലയട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓയിൽ ഒട്ടും ആവശ്യമില്ല. ഓയിൽ ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ അട ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ തേങ്ങയും ശർക്കരയും ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ. ഒരു സൈഡിലായിട്ട് അല്പം തേങ്ങ, ശർക്കര ഈ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇല മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പരത്തി കൊടുത്ത ഭാഗം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ രീതിയിൽ മടക്കിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇലയടൻ്റെ രൂപം സെറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ അത്യാവശ്യം എടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം അട ഉണ്ടാക്കാനുള്ളത് ഉണ്ട്. ഇവിടെ കുട്ടികളൊക്കെ കൂടുതലായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എടുത്തതാണ്. ചില ആളുകൾക്ക് അട ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരും ഉണ്ടാവാം. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്.
അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു ഞാനുണ്ടാക്കുന്നത് ഞാനിന്നൊരു വീഡിയോ ആയിട്ട് ഇടാം, എന്നാൽ പിന്നെ അറിയാത്ത എല്ലാവർക്കും അതൊരു ഉപകാരമാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാ അടയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും അട ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട രീതി ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്കൊരു ഹോളുള്ള ഇതുപോലത്തെ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ അട ഉണ്ടാക്കിയെടുക്കേണ്ടത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദിവസം വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.